സർ, നിയമം കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. കാരണം കമാൻഡർ ഇൻ ചീഫ്, ബി ജെ പിയുടെ സ്റ്റേറ്റ് കമാൻഡർ ഇൻ ചീഫായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറാണ് അവിടെ മത്സരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ പല സന്ദർഭങ്ങളിലും ബി ജെ പി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ജയിക്കാതെ പോവുകയും, എന്നാൽ ഒ രാജഗോപാൽ 2016 കംഫർട്ടബിൾ മെജോറിറ്റി, ഏതാണ്ട് 8000 അടുപ്പിച്ച വോട്ടോടുകൂടി വിജയിക്കുകയും ചെയ്ത ഒരു മണ്ഡലമാണ് നേമം. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരിൽ നിന്നും അദ്ദേഹത്തിന് ഇത് ഒരു ചെറിയ അവസാന നിമിഷം ചില മുസ്ലിം ബെൽറ്റുകളിലേക്കുള്ള ചില വാർഡുകളിലെ വോട്ടെണ്ണിയപ്പോൾ, മണക്കാട്, കമലേശ്വരം, ഇങ്ങനെ തിരുവല്ലം കുറച്ച് ഭാഗങ്ങളിലെ വോട്ടുകൾ എണ്ണിയപ്പം അതുവരെ നിന്ന ലീഡ് ശിവൻകുട്ടിക്ക് അനുകൂലമായിട്ട് വരികയും 3900 പര വോട്ടിന് ശിവൻകുട്ടി ജയിക്കുകയും ചെയ്തു. ഇത്തവണ ആ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ള ഉറപ്പോടു കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ ആ മണ്ഡലത്തിൽ നിന്ന്, നേമത്ത് നിന്ന് 22,000-ഓളം വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു. അതുതന്നെ ഒരു വലിയ കോൺഫിഡൻസാണ് അദ്ദേഹത്തിന്. പിന്നെ കോർപ്പറേഷൻ ഇലക്ഷനിൽ കൊച്ചു കൊച്ചു സ്ഥാനാർത്ഥികളാണ് നിന്നതെങ്കിൽ പോലും അവിടെയും ഏതാണ്ട് 7000 അടുപ്പിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷം, 6000 ചില്ലുവാനും വോട്ടിൻ്റെ ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ കോൺഫിഡൻസിലാണ് ഇപ്പോൾ പോകുന്നത് എന്നാണ് അറിയുന്നത്. എങ്കിലും സാറിൻ്റെ ഒരു വിശകലനം എങ്ങനെയാണ് അതിനെക്കുറിച്ച്? സർ, നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതിൻ്റെ ഒരു സാധ്യത ഞാൻ കാണുന്നത് 90% സാധ്യത. കാരണം എന്ന് വെച്ചാൽ 100% നമുക്ക് ഒന്നിനെ കുറിച്ച് പറയാനൊക്കാത്തതുകൊണ്ടാണ് ഈ 90%. ഇലക്ഷനല്ലേ, അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. സാർ, ആ നിയമത്തിൻ്റെ ആദ്യം കേരളത്തിൽ താമര വിരിഞ്ഞത് നേമത്ത് നിന്നാണ്. അവിടുന്ന് ഒ രാജഗോപാലാണ് അദ്ദേഹം അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ഒരു MLA എന്നുള്ള നിലയിൽ ഒ രാജഗോപാലിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. പറയാതിരിക്കാൻ, അദ്ദേഹം വളരെ അഭിമന്യനായ നേതാവാണ്, ആദരണീയനായ നേതാവാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച ഒരാളാണ്. അത് അദ്ദേഹത്തിൻ്റെ സമർപ്പിത ജീവിതത്തിൻ്റെ കഥ. MLA എന്നുള്ള പെർഫോമൻസിന് ഇതുമായിട്ട് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റില്ല. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്കും അതിഭയങ്കരമായ പെർഫോമൻസ്, റെയിൽവേ മന്ത്രി എന്നുള്ള പെർഫോമൻസ്. അതായത് ഇപ്പം നിയമസഭയിൽ തന്നെ വന്നപ്പോഴേ ശ്രീരാമകൃഷ്ണൻ വന്നപ്പം രാമനും കൃഷ്ണനും കൂടെ വലിയ ഒന്ന് ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കൽ ഫേസ്ബുക്ക് എഴുതിയോ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാറെന്ന് പറയേണ്ട കാര്യമില്ല, ഭഗവാനെ എന്ന് വിളിച്ചാൽ പോലെ. പക്ഷേ രാമനും കൃഷ്ണനും കൂടെ അവതരിച്ചിരിക്കുകയില്ല. അപ്പം നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ BJP പ്രവർത്തകരുടെ ആത്മവീര്യം ഇല്ലാതാക്കി, BJPയെക്കുറിച്ച് പൊതുസമൂഹത്തിനുണ്ടായിരുന്ന ധാരണയും കുറച്ച് കളഞ്ഞു. അപ്പോൾ കാര്യമായ ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുണ്ടായ പരാജയത്തിൻ്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വന്നത് നിർഭാഗ്യവശാൽ കുമ്മനം രാജശേഖരനാണ്. യാതൊരു സംശയമില്ല. അപ്പോൾ കുമ്മനത്തിന് പറ്റിയ ഒരു കുഴപ്പം വെച്ചാൽ അദ്ദേഹം വളരെ സ്വാർത്ഥികനാണ്. ഇതെല്ലാം ഉപരിയായിട്ട് ഈ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ ദൗത്യവുമായിട്ടാണ് K. മുരളീധരൻ്റെ വരവ്. അതാണ് ഏറ്റവും വലിയ ഘടകം. അപ്പം മുരളീധരൻ്റെ വരവിൽ മുരളീധരൻ ജയിക്കുമെന്ന് പ്രതീതി സൃഷ്ടിച്ച്, പിന്നെ കരുണാകരൻ്റെ മകൻ മുരളീധരൻ്റെ സ്വാധീനം, ഇതെല്ലാം വെച്ചാണ് അവർ വോട്ട് പിടിച്ചത്. കരുണാകരൻ പഴയ നിയമത്തിൽ നിന്ന് ഒരിക്കൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് പേഴ്സണലായിട്ട് കുറേ വോട്ട് മുരളീധരൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അത് വെച്ചാണ് വോട്ട് പിടിച്ചത്. ആ വ്യത്യാസം കാണാം സാറേ. 2011 ചാരുപാറ രവി 20,000 വോട്ടാണ് പിടിച്ചതെങ്കിൽ 2016 V. സുരേന്ദ്രൻപിള്ള 16,000 വോട്ടാണ് പിടിച്ചതെങ്കിൽ K. മുരളീധരൻ 2021 38,000 അടുപ്പിച്ച് വോട്ട് പിടിച്ചു, 35,000 മേളിൽ വോട്ട് പിടിച്ചു. അതിനെ സംഭവിച്ചു പോയ കാര്യം വെച്ചാൽ ഹിന്ദുക്കളിൽ തന്നെ ഒരു വലിയ വിഭാഗം ആളുകൾ, മുരളീധരൻ വളരെ ഡൈനാമിക്കായ ഒരു നേതാവാണ്, കുമ്മനം രാജശേഖരൻ വളരെ സ്വാത്വികനാണ്, അനർഹമായ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യാൻ കൂട്ടു നിൽക്കുന്ന ഒരാളല്ലല്ലോ. അപ്പം നിയോജക മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത് മുരളീധരൻ ജയിക്കുന്നതാണ് എന്ന് ചിലർക്ക് വന്ന ധാരണയാണ് മുരളീധരന് വോട്ട് കിട്ടാനായിട്ട്. പിന്നെ ഈ ഭരണം മാറി വരുമെന്ന് തെറ്റിദ്ധാരണ ചിലർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മന്ത്രിയാണ്. ഇതെല്ലാം മുരളീധരന് അനുകൂലമായിട്ട് വന്നത്. പക്ഷേ അതിന് വലിയ വില ഇപ്പം മുരളീധരൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വട്ടിയൂർക്കാവിൽ അതിന് വില കൊടുക്കേണ്ടി വരുന്ന ലക്ഷണത്തിലാണ് പോകുന്നത്. അത് തൃശ്ശൂർ കൊടുത്തല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ മുരളീധരൻ്റെ യുഗം ഏതാണ്ട് കോൺഗ്രസ്സിൽ അവസാനിക്കുകയാണ്. അപ്പം മുരളീധരൻ സ്വയം അപ്രസക്തനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുരളീധരൻ അപ്രസക്തനായപ്പോൾ അവർക്ക് ഒരു ചാവേറിനെ വേണമായിരുന്നു. അതിനാണ് ആ നല്ല മിടുമിടുക്കൻ്റെ ചെറുപ്പക്കാരൻ ശബരിനാഥിനെ അങ്ങോട്ട് വിട്ടത്. അപ്പോൾ കോൺഗ്രസ്സിന് കൃത്യമായിട്ട്, കോൺഗ്രസിൻ്റെ ചില പ്രത്യേകത, കോൺഗ്രസ്സിലെ ചില ബുദ്ധികേന്ദ്രങ്ങൾക്ക് അവരുടെ പ്രതിയോഗികളായി വരാൻ സാധ്യതയുള്ള എല്ലാവരും ഒതുക്കും. അത് കോൺഗ്രസിൻ്റെ ഒരു സ്റ്റൈല്. പണ്ടും അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധി തൊട്ട് ഹൈക്കമാൻഡിന്റെ ഒരു പൊതു രീതിയാണ്. സാർ, ഇന്ദിരാഗാന്ധി തൊട്ട് നെഹ്റു തൊട്ട് അങ്ങനെയാണ്. പട്ടേലിനെ സഹിക്കാൻ നെഹ്റുവിന് പറ്റിയില്ലല്ലോ. മൊറാർജി ദേശായി പോലും, ധനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി പോലും ചവിട്ടി തള്ളിയില്ലേ. അപ്പം കോൺഗ്രസിൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഇവർക്ക് തൽക്കാലം കിട്ടിയത് നമ്മുടെ ശബരിനാഥിനെയാണ്.
ശബരിനാഥ് അത് നിരസിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് നല്ലത്. കാരണം അവിടുത്തെ ഒരു പരാജയം പലതരത്തിൽ ശബരിനാഥിനെ അത് പ്രതികൂലമായിട്ട് തീർച്ചയായും മണ്ഡലം ഇല്ലാതാക്കും ചിലപ്പോൾ. അതാണ് അതിൻ്റെ ഒരു പ്രതികൂലമായിട്ട് വരുന്ന ഒരു പ്രശ്നം. അതാണ്. 2, അവിടെ നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. ആ നിയോജകം കൊണ്ട് അദ്ദേഹത്തെ തലയിൽ അടിച്ചേൽപ്പിച്ചതാണ്. അദ്ദേഹം അനാരോഗ്യം കൊണ്ട് മാറി നിൽക്കുകയാണെന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി, അവർക്കൊരു സ്ഥാനാർത്ഥി ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളം അല്ലാതെ മറ്റൊരാളില്ല. പല ഈ ഇരിക്കുന്ന സിറ്റിംഗ് MLA-മാർക്കെല്ലാം കൊടുത്തത് എന്താ? വേറെ എങ്ങും ആരും ഇല്ല മനസ്സിലില്ല. അപ്പം ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യത്തിലോട്ട് അടുക്കുന്നതിൻ്റെ ചില രോഗലക്ഷണങ്ങളാണ് ഈ സ്ഥാനാർത്ഥി ഇല്ലാഴികയൊക്കെ കാണിക്കുന്നത്. അതാണ് കമ്മ്യൂണിസ്റ്റ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ എടുത്താൽ, രാജീവ് ചന്ദ്രശേഖരനെ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ളതിലെ മാറ്റി നിർത്തിയാൽ IT ഫീൽഡിലെ ഒരു അധികായനാണ് രാജീവ് ചന്ദ്രശേഖരൻ. പുതിയ ചെറുപ്പക്കാരോടെ, ഇപ്പം ന്യൂജൻ കുട്ടികളോടെ IT യെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളാണ്. IT ഏതെല്ലാം മേഖല. അപ്പം വരാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ കേരളത്തിന് അൺടാപ്ഡ് സോഴ്സസ് ഉണ്ട്, ഇതൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ. ഇപ്പോൾ ഈ TCS-ൽ ജോലി ചെയ്ത ആളാണ് ശബരിനാഥെങ്കിലും ശബരിനാഥനും രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ മേഖലയിലെ കഴിവ് തെളിയിച്ച ഒരാളാണ്. അതേസമയം ശബരിനാഥൻ്റെ ഒരു സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ മാത്രമായിരുന്നു, അതിനപ്പുറത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ ഒട്ടേറെ ആളുകൾക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് രാജീവ്. മാത്രമല്ല ഇന്ത്യയിലെ ഒരു ഭീമൻ സ്ഥാപനത്തിൻ്റെ ഹെഡായിരുന്നു. അതിന് പുറമെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വളരെ ശോഭിച്ചു. അപ്പോൾ അതുകൊണ്ട് നിയമത്തിൻ്റെ വികസനമാണ് അവരെ ലക്ഷ്യമെന്ന്. പ്രത്യേകിച്ച് ശബരിനാഥനോട് അവർ വാത്സല്യം കാണിക്കേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ശബരിനാഥൻ അത്ര വലിയൊരു ടവറിങ് പേഴ്സണാലിറ്റിയുമല്ല. പിന്നെ ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിൻ്റെ ഭാഗം, ഒരു ചെറിയ ഭാഗം മാത്രമേ ഈ പ്രാവശ്യം കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ഇക്വേഷനിൽ മുസ്ലിം വോട്ടിൻ്റെ കൺസോളിഡേഷൻ വന്നിട്ടുണ്ട്. അത് പിന്നെ ശബരിനാഥന് വരുന്നത് ശരിക്കും ദോഷം ചെയ്യുന്ന ശിവൻകുട്ടിക്കാണ്. അതല്ലാതെ CSI വോട്ട് അവിടെ കുറച്ചുണ്ട് സാർ. അതും ശബരിനാഥന് കിട്ടാനാണ് സാധ്യത. അതെ. ഇപ്പം TT പ്രവീണിനെ നമ്മുടെ പിന്നെ കന്യാകുമാരി കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുണ്ടല്ലോ നമ്മുടെ ബോർഡറിൽ. അപ്പം അത് ചിലപ്പോൾ CSI വോട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. പൊതുവെയുള്ള ധാരണയല്ല, സത്യമാണ്. TT പ്രവീണിനെ കൊണ്ട് നിർത്തി എന്താ? പുള്ളി ഉപ്പ് സത്യാഗ്രഹത്തിൽ ഒരിക്കലും ഇല്ല, ഒന്നുമല്ലല്ലോ. അവിടെ കൊണ്ട് നിർത്തിയത് ജാതി പറഞ്ഞ് വോട്ട് പിടിക്കാൻ. ഇതാണല്ലോ കോൺഗ്രസിന്റെ മതേതരത്വം. 26 കഴിയുമ്പോൾ കോൺഗ്രസ് വലിയ വില കൊടുക്കാൻ പോകുന്ന ചില മേഖലകളിലേക്കാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്. ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ സ്ഥാനാർത്ഥി അവർ തീരുമാനിച്ചോട്ടെ, ജാതി തിരിച്ച് തന്നെ അവരെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കോട്ടെ. പക്ഷേ വർഗീയത പറഞ്ഞ് നിയമത്തെ വോട്ട് പിടിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് എൻ്റെ ഒരു കാൽക്കുലേഷൻ, നിഷ്പക്ഷരായ വോട്ടർമാർ, നിയോജക മണ്ഡലത്തിൻ്റെ പൊതുവായ ഒരു പുരോഗതി പ്രതീക്ഷിക്കുന്ന വോട്ടർമാർ, പിന്നെ നല്ല ഒന്നാം തരം ഒരു സ്ഥാനാർത്ഥിയാണ് നിന്നിരിക്കുന്നത്. മറ്റൊന്നും IT രംഗത്ത് കഴിവ് തെളിയിച്ച ഒരാളാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി മാറ്റിയത് രാജീവ് ചന്ദ്രശേഖരനാണ്. വികസനം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ വികസനം മാത്രം പറഞ്ഞ് ജാതി പറയാതെ, മതം പറയാതെ, പ്രാദേശികമായ വികാരങ്ങളൊന്നും പറയാതെ കൃത്യമായി ഒരു അജണ്ട മുന്നോട്ട് വെച്ച്, വികസനത്തിൻ്റെ അജണ്ട മുന്നോട്ട് വെച്ച ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ. അതുകൊണ്ട് കംഫർട്ടബിൾ മെജോറിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് ഒരു പക്ഷേ നമ്മളൊന്ന് തിരഞ്ഞെടുപ്പ് നിരീക്ഷിച്ചാൽ ഉറപ്പായും ജയിക്കുന്ന സീറ്റുകളിൽ ഒന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേമത്ത്. ഇപ്പം ധർമ്മടത്ത് പിണറായി വിജയൻ ജയിക്കും എന്നുള്ളതിന് സംശയിക്കേണ്ട കാര്യം എന്താണ്? യാതൊരു സംശയമില്ല. അതുപോലെയുള്ളൂ. നേമത്തെ രാജീവ് ചന്ദ്രശേഖരൻ കംഫർട്ടബിളായിട്ട് ജയിക്കും, അതിന് സംശയിക്കേണ്ട കാര്യമൊന്നും. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് 2025 അദ്ദേഹം മാർച്ച് മാസത്തിലാണ് അദ്ദേഹം ഇവിടുത്തെ BJPയുടെ അധ്യക്ഷനായിട്ട് സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതലയേറ്റെടുത്തപ്പം പത്രക്കാരെല്ലാം കൂടെ 1-2 പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറിൻ്റെ പത്രസമ്മേളനത്തിന് അത്ര പഞ്ച് പോരാ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്ത് പഞ്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് കുറച്ച് അറ്റാക്കിങ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, എനിക്ക് ആ ശൈലി പറ്റില്ല, ഞാനത് എന്നോട് യോജിക്കുന്നില്ല. വെറുതെ എതിരാളിയെ എതിർക്കാൻ, അവിടെ അയാളെ കടക്ക് പുറത്തെന്ന് പറയാനോ, അല്ലെങ്കിൽ ഇനി പിന്നെ ക്ഷുദ്രജീവി എന്ന് വിളിക്കാനോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ആ പൊളിറ്റിക്സിന് വന്ന ആളല്ല ഞാൻ. ആ പൊളിറ്റിക്സ് ഉള്ള ഒരു പാർട്ടിയുടെ ഭാഗവും അല്ല ഞാൻ. ഞങ്ങൾ ക്ലീൻ പൊളിറ്റിക്സ് പറയുക, ഞങ്ങൾ വികസനം പറയുക, വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, യുവാക്കളെ ഇൻസ്പയർ ചെയ്യുക, അവരെ നെഗറ്റീവ് പറഞ്ഞും ഡിമോറലൈസ് ചെയ്യുക അല്ല വേണ്ടത്, അവരെ
പോസിറ്റീവ് പറഞ്ഞ് ഇൻസ്പയർ ചെയ്യുക. അവർ പുറത്തോട്ട് പോകുന്നത് കുറച്ച് നാട്ടിൽ നിർത്താൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് നോക്കുക. അതിനുള്ള ഒരു പൊളിറ്റിക്കൽ കൾച്ചർ, ഞാൻ BJPയുടെ കൾച്ചർ മാത്രമല്ല, എൻ്റെ പാർട്ടി വന്നതുകൊണ്ട് മറ്റ് പാർട്ടികൾക്ക് ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ടാക്കണം, ഒരു ചേഞ്ച് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വന്ന ആളാണ് ഞാനെന്ന് പറഞ്ഞത്. സത്യത്തിൽ വലിയൊരു മെസ്സേജാണ് കേരളത്തിന് കൊടുത്തത്. ഇത്രയും നാളും പല രാഷ്ട്രീയ പാർട്ടികളും ചെയ്യാത്തൊരു വലിയ മെസ്സേജ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യാത്തൊരു വലിയ മെസ്സേജാണ് അദ്ദേഹം കൊടുത്തത്. അതിൻ്റെ ഒരു ചേഞ്ച് കേരളത്തിൽ കാണാനുണ്ട്. വികസനം ഇപ്പോൾ എല്ലാവരും പറയുന്നു. എല്ലാവർക്കും വികസനം, അത് പ്രകടന പ്രവൃത്തിയിലില്ലെങ്കിലും പ്രകടന പത്രികയിലെങ്കിലും വികസനം എല്ലാ പാർട്ടിയിലും ഇപ്പോൾ കാണാനുണ്ട്. അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരാളെ ഒരു മണ്ഡലം തഴയുമെന്ന് എനിക്കും തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അന്ന് കിട്ടിയത് അതൊരു വലിയ ഭൂരിപക്ഷം. 22,000 വോട്ട് ഭൂരിപക്ഷം കിട്ടുന്ന ശശി തരൂരോട് മത്സരിച്ചു. ശശി ശബരിനാഥൻ ഇവിടെ ശബരിനാഥനോട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ നോക്കിയാലും കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അദ്ദേഹം ജയിച്ചു വരാനാണ് ഞാൻ സാധ്യത കാണുന്നത്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.